ഹലോ ഗായ്സ്, അങ്ങനെ 2 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാനും നെച്ചും സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. നെച്ചു ക്ലാസ്സിൽ പോകാൻ, ഞാൻ അവൾക്ക് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട്. അപ്പോൾ നെച്ചുകൂടെ 3ാം ക്ലാസ്സിലേക്ക് ആയിട്ടോ ഈ കൊല്ലം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ബീഫൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലിക്ക് മാവ് ഇട്ടിട്ടുണ്ടായി. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം, മടി. ഇത്രയും ദിവസം അവളുടെ കൂടെ ഒരു 8:30-9 മണി വരെയൊക്കെ കിടന്നുറങ്ങി ശീലമായി. അപ്പോൾ രാവിലെ 5:30 അലാറം അടിച്ചപ്പോൾ എണീക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. എന്നാലും എണീറ്റ് പോന്നു, അടുക്കളയിൽ കയറി നല്ലൊരു കട്ടനൊക്കെ അടിച്ച് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അവളുടെ യൂണിഫോം തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അയൺ ചെയ്യാമെന്ന് വെച്ച് നിന്നപ്പോഴത്തേക്കും നെച്ചുകുട്ടനെ എണീറ്റ് വന്നു. 6 മണി എന്തോ ആയിട്ടുള്ളൂ. പുള്ളിക്കാരത്തിക്ക് ക്ലാസ്സിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കാം ഉറക്കം വന്നിട്ടില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടക്കുമായിരുന്നു രാത്രി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി എൻ്റെ കൂടെ എണീറ്റ് പോകുന്നായിരുന്നു. അല്ലെങ്കിൽ രാവിലെ ഞാൻ ഇങ്ങനെ കിടന്ന് വിളിക്കണം, എഴുന്നേറ്റ് വാ നെച്ചുകുട്ടാ എണീക്കെന്ന് പറഞ്ഞിട്ട്. അപ്പം നാളെ മുതൽ അത് സ്ഥിരം പല്ലവിയായിരിക്കും ഇവിടെ. പിന്നെ അവൾക്ക് കുറച്ച് ബുക്സ് ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു, അവരുടെ സ്കൂളിലെ കബോർഡിൽ സൂക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ലേബൽ ചെയ്ത് അവളുടെ ബാഗിലേക്ക് ആക്കി വെച്ച് കൊടുത്തു. എന്നുവെച്ചാൽ അപ്പോഴത്തേക്ക് ഉറക്കച്ചടവ് മാറാൻ വേണ്ടി അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെയാണ് ഈ പ്രാവശ്യം നെച്ചുകൂട്ടം കൊണ്ടുപോകുന്നത്. എല്ലാ കൊല്ലവും ബാഗൊക്കെ മേടിച്ചു കൊടുത്ത് കുട്ടികളെ അതിൻ്റെ വാല്യൂ അറിയാതെ ആക്കുന്ന ഒരു ഹാബിറ്റിനോട് എനിക്ക് താല്പര്യമില്ല. ചീത്തയാവാത്തത് കൊണ്ടാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ അത് തന്നെ കൊടുത്തത്. ബാഗ് ചീത്തയായി പോയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാഗിന് ഒന്നും പറ്റിയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആ ബാഗ് തന്നെയാണ് പുള്ളിക്കാരത്തേക്ക് ഇത്തവണയും കൊടുക്കുന്നത്. അപ്പോൾ ഇതേ അടുക്കളയിൽ വന്ന് എൻ്റെ കൂടെ കുറച്ച് നേരം എന്നെ സഹായിച്ച് കോക്കറിയൊക്കെ കാണിച്ച് നെച്ചോടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും അതുപോലെ തന്നെ ടിഫിൻ ബോക്സും ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് ഇന്ന് ഫുൾ ഡേ ക്ലാസ് ഉണ്ട്. സാധാരണ എല്ലായിടത്തും ഉച്ച വരെ അല്ലേ, പക്ഷേ ഇവർക്ക് ഫുൾ ഡേ ഉണ്ട്. പിന്നെ ക്ലാസ് ടൈമിങ് 3:45 വരെ ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ടിഫിനും അതുപോലെ തന്നെ ലഞ്ചും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിടണം. അപ്പോൾ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഞാൻ പുതിയത് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് ഒന്ന് മിക്സാക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. പിന്നെ നെച്ചുകുട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തിയോ ഒക്കെ ആണെങ്കിൽ അത് തന്നെയാണ് ലഞ്ചിനും കൊണ്ടുപോകുക. ആൾക്ക് ചോറ് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് ഇഡ്ഡലി തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇഡ്ഡലി തട്ടിന്ന് ഇഡ്ഡലി വിട്ട് കിട്ടും, ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കിയിട്ട് അവൾക്ക് ലഞ്ച് ബോക്സിൽ ഇഡ്ഡലിയും അതുപോലെ തന്നെ ബീഫ് കറിയാണ് വെച്ച് കൊടുത്തേക്കണത്. അപ്പോൾ അത് കൂട്ടി പുള്ളിക്കാരത്തി ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചോളും. ഈ ചോറ് കൊണ്ടുപോകുന്ന പരിപാടിയോട് ആൾക്ക് വലിയ താല്പര്യമില്ല. പലഹാരമാകുമ്പോൾ വേഗം തീരുമല്ലോ, അത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ആളുടെ ലഞ്ച് ബോക്സും ഞാൻ പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി വന്ന മാവ് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. ഇത്രയും വരെ എൻ്റെ പരിപാടികൾ, എൻ്റെ ജോലികളെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് അങ്ങനെ ഈ പാലെടുത്ത് ചായ തിളപ്പിക്കാൻ വെച്ചതോടുകൂടി അനാവശ്യമായി എൻ്റെ കുറേ സമയം അടുക്കളയിൽ പോയിട്ടാണ്. അപ്പോൾ നമ്മൾ മസാല ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇഞ്ചി, ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് പാലിലോട്ട് ഇട്ടിട്ട് അങ്ങ് തിളപ്പിക്കാൻ വെക്കും. അതിലേക്ക് തന്നെ നമ്മൾ ചായപ്പൊടി ഇടും. അപ്പോൾ ഞാനോട് തന്നെ ഈ ഒരു സമയത്ത് ആ ബാക്കി വന്ന പാത്രങ്ങളൊന്ന് കഴുകി വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ചെറുതായിട്ട് ഞാനൊന്ന് നീങ്ങിയായിരുന്നു. എല്ലാ പ്രാവശ്യവും അതേ പാല് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങരുത് മാറരുതെന്നൊക്കെ ഞാൻ വിചാരിക്കുമെങ്കിലും ഒറ്റ സെക്കൻഡ് എൻ്റെ കണ്ണൊന്ന് മാറിയപ്പോഴത്തേക്കും ചായ തിളച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഇച്ചിരിയൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചായ തിളച്ച് ഗ്യാസ് സ്റ്റവേലും തിണ്ണയിലും ഒക്കെ പോയായിരുന്നു. അത്രയും നേരം എനിക്കുണ്ടായിരുന്ന ആവേശം അതോടുകൂടി കെട്ടടങ്ങി. എന്നെപ്പോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് രാവിലെ ഇതുപോലത്തെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ഫുൾ മൂഡ് പോകും. എനിക്ക് പിന്നെ ഇത് ക്ലീൻ ചെയ്യാതെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സമയം ഇതിങ്ങനെ ഫാസ്റ്റിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്ത നല്ലൊരു സമയം ഇത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അടുക്കളയിൽ പോയായിരുന്നു. പിന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള എൻ്റെ മൂഡേ പോയിട്ടോ. എന്നാലും ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അവളെ പല്ലൊക്കെ തേപ്പിച്ച് ഫ്രഷാക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഡ്രസ്സ് മാറ്റിച്ച് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനാണ് കൊണ്ടുവന്നാക്കുന്നത് ആളെ ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ. അപ്പോൾ അപ്പനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങണ നേരത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞട്ടാ. ചേച്ചന് ക്ലാസ്സിൽ പോകാൻ ചെറിയൊരു മടിയൊക്കെ വന്നു. പക്ഷെ എന്നാലും ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി, നല്ല വെച്ചായിട്ട് ക്ലാസ്സിൽ പോയി. അങ്ങനെ 3ാം ക്ലാസ്സിലെ ഫസ്റ്റ് ഡേ നേച്ചക്കുട്ടൻ ക്ലാസ്സിൽ പോവാണ്. കുറച്ചും കൂടി കാര്യമായിട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും എന്നെ ചായ ചതിച്ചു ഗൈസ്.